അനിയും നന്ദുവും തമ്മിലുള്ള അടുപ്പം എത്രത്തോളമാണ് എന്ന കാഴ്ചയെല്ലാം തന്നെ നവീൻ കാണാനിടവരും. നവീന്റെ മനസ്സിൽ വല്ലാതെ കുറ്റബോധം നിറഞ്ഞു നിന്നു. അവന്റെ കണ്ണുകൾക്ക് മുന്നിലെ ആ കാഴ്ച അവനെ വല്ലാതെ തളർത്തി കളഞ്ഞു. ആ കടപ്പുറത്ത് പരസ്പരം ചേർന്നിരുന്ന് സംസാരിക്കുകയായിരുന്നു അനിയും നന്ദുവും. അവരുടെ മുഖത്ത് ചിരിയും പരസ്പരം നോക്കുന്ന നോട്ടവും ഒരു കാര്യം വ്യക്തമാവുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ വെറും ഒരു സൗഹൃദമല്ല, അഗാധമായ പ്രണയമാണ് അവരുടേതെന്ന് ആ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. നവീന്റെ നെഞ്ചിൽ ഒരു ഇടുത്തി വീണതുപോലെ തോന്നി. അവൻ അത്രമേൽ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു നന്ദു. തന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മുഴുവൻ അവൻ പങ്കുവച്ചത് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അനിയോടായിരുന്നു. എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ് അനി, അവളാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് താൻ പറഞ്ഞപ്പോൾ അനി അത് കേട്ട് ഒന്ന് തലക്കുലുക്കുകയായിരുന്നു. എന്നാ ഇന്ന് അവനെ വഞ്ചിച്ചിരിക്കുന്നു. തന്റെ പ്രണയം നന്ദുവിനെ അറിയിക്കാമെന്ന് വാക്ക് തന്ന സുഹൃത്ത് അവളുമായി പ്രണയത്തിലായിരിക്കുന്നു. എത്ര വലിയ ചതിയാണ് അനി നീ എന്നോട് ചെയ്തത്. നവീൻ പല്ലിറുമ്പി. അവന്റെ ഉള്ളിലെ സങ്കടം പതുക്കെ ദേഷ്യത്തിലേക്ക് വഴിമാറി. അനാമികമായിട്ടുള്ള അനിയുടെ ബന്ധം തകർന്നു പോയപ്പോൾ തന്നെ അവനൊരു ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ തോന്നുകയാണ്. പക്ഷേ അനി തന്നോട് ചെയ്ത കൊടും ചതിയാണ്. നന്ദുവിന് തന്നോട് ഇഷ്ടമായില്ലായിരിക്കാം. പക്ഷേ അനി, നീ ഈ സത്യം എന്നോട് അതെന്നോട് മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. അവൾക്ക് അനിയാണ് ഇഷ്ടമെങ്കിൽ അതെങ്കിലും അവനെന്നോട് തുറന്നു പറയാമായിരുന്നു. നവീൻ അവിടെ നിൽക്കാതെ തിരിഞ്ഞു നടന്നു. ഓരോ ചൂട് വെക്കുമ്പോഴും അവന്റെ ഉള്ളിലെ പ്രതികാരദാഹം കൂടി വന്നു. അനിയുടെയും അവന്തികയുടെ വിവാഹം അനന്തപുരി തീരുമാനിച്ചതാണ്. ആ സമയത്ത് തന്നെ അവൻ നന്ദുവിനൊപ്പം കറങ്ങി നടക്കുകയാണ്. ഈ സത്യം അവന്തികയെ അറിയിക്കണം. അനാമികയുടെ ജീവിതം തകർന്നതുപോലെ തന്നെ ഇനി അവന്തികയുടെ ജീവിതം തകർക്കാൻ ഞാൻ അനുവദിക്കില്ല. അനിയും നന്ദു തമ്മിലുള്ള ആ ഒരു ബന്ധം തകരണം. അത് അവന്തികയെ കരുവാക്കണം. നവീൻ കാറിലേക്ക് കയറുമ്പോൾ അവന്റെ മനസ്സിൽ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. വണ്ടി മുന്നോട്ടെടുക്കുന്നതിൽ തന്നെ അവൻ ഫോണെടുത്ത് അവന്തികയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. 2-3 തവണ ബെല്ലടിച്ചതിന് ശേഷമാണ് അവന്തിക ഫോൺ എടുത്തത്. ഹലോ നവീനേട്ടാ. അവന്തികയുടെ ശബ്ദത്തിൽ ചെറിയൊരു അത്ഭുതമുണ്ടായിരുന്നു. സാധാരണ നവീൻ അവളെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. അവന്തികയെ, എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കാനുണ്ട്. നവീന്റെ ശബ്ദത്തിൽ ഗൗരവം കേട്ട് അവന്തികക്ക് എന്തോ പന്തികേട് തോന്നി. എപ്പോഴാ? എന്താ നവീനേട്ടാ ഇത്ര അത്യാവശ്യം? നിന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. നീ വേഗം വായോ. അവൻ സ്ഥലം പറഞ്ഞു കൊടുത്തു. ശരി, ഞാൻ വരാം. അവന്തിക ഫോൺ കട്ട് ചെയ്തു. അവളുടെ മനസ്സിലും ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒരു വിജനമായ ആ ഒരു കോഫി ഷോപ്പിലായിരുന്നു നവീൻ അവളെ കാത്തിരുന്നത്. അധികം വൈകാതെ അവന്തിക അങ്ങോട്ടേക്ക് എത്തി. അവളുടെ മുഖത്ത് ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. അവൾ വന്ന് അവന് മുന്നിൽ കസേരയിലേക്ക് ഇരുന്നു. എന്താ നവീനേട്ടാ, എന്ത് പറ്റി? എന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കാനുള്ളത്? അവന്തിക ആകാംക്ഷയോട് ചോദിച്ചു. നവീൻ അവിടെ നിന്ന് സൂക്ഷിച്ചു നോക്കി. അവന്തികയെ, നിന്റെയും അനിയുടെയും വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ. എനിക്കറിയാം ഈ കല്യാണം അനന്തപുരിയിൽ എല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന്. അവന്തിക ഒന്ന് പുഞ്ചിരിച്ചു. അതേ നവീനേട്ടാ, നവീനേട്ടൻ എന്നോട് താല്പര്യമില്ലെന്നും മനസ്സിൽ വേറൊരു പെൺകുട്ടിയുണ്ടെന്നും പറഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ പിന്നെ വീട്ടുകാർക്ക് എല്ലാവരും കൂടി അനിയേട്ടന്റെ കാര്യം തീരുമാനിച്ചതാ. അനിയേട്ടൻ നല്ല പയ്യനല്ലേ? നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ കുടുംബാംഗം കൂടിയാണ്. ഒരു ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്തല്ലേ അനിയേട്ടൻ അങ്ങനെ ഒരാൾക്ക് ഒരു താങ്ങും തണലും വാങ്ങാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് ഞാനും ചിന്തിച്ചു. അങ്ങനെയൊക്കെയാ ഞാനും ഈ കല്യാണത്തിന് സമ്മതിച്ചത്. നവീൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. അതൊക്കെ ശരിയാണ് അവന്തികയെ. പക്ഷേ അനിക്കും നിന്നോട് അത്ര താല്പര്യമുണ്ടോ? അവൻ ഇതേക്കുറിച്ച് എന്തെങ്കിലും നിന്നോട് പറഞ്ഞിരുന്നോ? ആ ചോദ്യം അവന്തികയുടെ നെഞ്ചിൽ കൊണ്ടു. അവളുടെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞു. അവൾ സംശയത്തോട് നവീനെ നോക്കി. അതെന്താ നവീനേട്ടാ അങ്ങനെ ചോദിച്ചത്? അനിയേട്ടൻ നവീനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഏയ്, അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവന്റെ മുഖം കണ്ട എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. അവൻ ഈ കല്യാണത്തിന് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അവന്തികയുടെ നോട്ടമങ്ങ് താഴ്ന്നു. അവളുടെ സ്വരം പതുക്കെയായി. ശരിയാ നവീനേട്ടാ, ഈ വിവാഹത്തിന് അനിയേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നെ ഒരു സഹോദരി പോലെ കാണുന്നതെന്നൊക്കെ അനിയേട്ടൻ പറയുന്നത്. പക്ഷേ സത്യം അതൊന്നുമില്ലെന്ന് എനിക്കറിയാം. പിന്നെന്താ സത്യം? നവീൻ ചോദിച്ചു. അനിയേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദുവാണ്. അവളെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാ അനിയേട്ടന്റെ ആഗ്രഹം. അന്ന് അനാമികയുമായി തെറ്റിപ്പിരിയാൻ പ്രധാന കാരണവും നന്ദു തന്നെയായിരുന്നു. അവന്തികയുടെ ആ വാക്കുകളിൽ നന്ദുവിനോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. നവീൻ അത്ഭുതം നടിച്ചു. ആഹാ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവൻ എന്നോട് ഇതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. നന്ദുവിനെ അവന് ഇത്രയധികം ഇഷ്ടമാണെന്ന കാര്യം ഞാൻ പോലും അറിഞ്ഞിട്ടില്ലല്ലോ. അല്ല അവന്തികയെ, അനിക്ക് മാത്രം നന്ദുവിനോട് ഇഷ്ടമുള്ളോ അതോ നന്ദുവിന് അനിയും ഇഷ്ടമാണോ? അതെന്ത് ചോദ്യം നവീനേട്ടാ? അവന്തിക ദേഷ്യത്തോടെ പറഞ്ഞു. അവർ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. രണ്ടുപേരും ഭയങ്കര പ്രണയത്തിലായിരുന്നു. വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ അനിയേട്ടൻ അനാമികയുമായിട്ടുള്ള വിവാഹത്തിന് നിർബന്ധിതനായി സമ്മതിച്ചതാണ്. ആ സമയത്തിന് നന്ദു ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചതാ. അവർക്ക് അത്രമാത്രം ഇഷ്ടമുണ്ട് പരസ്പരം. നന്ദുവിനെ മരുമകളായി അനന്തപുരിയിലേക്ക് കൊണ്ടുവന്ന ആർക്കും ഇഷ്ടമില്ല. അത് നന്ദുവിനും അറിയാം. അതുകൊണ്ടാ അവർ അനിയേട്ടനെ വിവാഹം കഴിക്കാതെ മാറി നിൽക്കുന്നത്. പക്ഷേ അനിയേട്ടൻ ഇപ്പോഴും വീട്ടുകാർക്കൊക്കെ നന്ദുവിന് വേണ്ടിയിട്ട് വഴക്കിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവളെ വിട്ടുകൊടുക്കാൻ അനിയേട്ടൻ തയ്യാറല്ല.
അവൾ ഒന്ന് മുൻപോട്ട് ആഞ്ഞിരുന്നു കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷേ ഇനിയാണിപ്പോൾ അനിയേട്ടനെ വിട്ടുകൊടുക്കാൻ ഞാനും ഒരുക്കമല്ല നവീനേട്ടാ. എൻ്റെ മനസ്സിലും അനിയേട്ടൻ മാത്രമേ ഉള്ളൂ. ഈ വിവാഹം എന്തായാലും നടക്കണം. അതെൻ്റെ വാശിയാണ്. നവീൻ അത് കേട്ടപ്പോഴൊന്ന് തലകുലുക്കി. ശരിയാ, അങ്ങനെ തന്നെ നടക്കണം. നിന്റെയും അനിയുടെ വിവാഹം നടക്കുക തന്നെ വേണം. പെട്ടെന്ന് തന്നെ അവന്തിക ഒരു കാര്യം ഓർത്തതുപോലെ നവീനെ നോക്കി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നവീനേട്ടാ, അന്ന് എന്നോട് പറഞ്ഞില്ലേ മനസ്സിലൊരു പെൺകുട്ടിയുണ്ടെന്ന്? ഒരു പോലീസുകാരിയാണെന്നൊക്കെ പറഞ്ഞത് കേട്ടു. ആരാ പെൺകുട്ടി? അത് നന്ദു എങ്ങാനാണോ? നവീന്റെ കണ്ണുകളൊന്ന് പിടഞ്ഞു. അവൻ സത്യം തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു. ശരിയാ അവന്തികെ, എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ പെൺകുട്ടി നന്ദുവായിരുന്നു. അവന്തിക പെട്ടെന്നങ്ങ് ഉറക്കെ ചിരിച്ചുപോയി. ആഹാ, കൊള്ളാലോ. എന്നിട്ട് നവീനേട്ടൻ ഇതുവരെ ഈ കാര്യം ആരോടും പറഞ്ഞില്ലേ? അനിയേട്ടന്റെ മനസ്സിൽ നന്ദുവാണെന്നുള്ള വിവരം അവൻ പറഞ്ഞില്ലേ? നവീനേട്ടൻ അനിയോട് ഈ ഇഷ്ടം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിരുന്നു. നവീൻ നിശബ്ദമായൊന്ന് പരുക്കനായി. നന്ദുവാണ് എൻ്റെ മനസ്സുള്ളത് ഞാൻ അനിയോട് പറഞ്ഞിരുന്നു. എൻ്റെ ഇഷ്ടം നന്ദുവിനെ അറിയിക്കണമെന്ന് ഞാൻ അവനോട് ആവശ്യപ്പെട്ടിരുന്നു. അവൻ എനിക്ക് വാക്കും തന്നു. പക്ഷേ അവൻ അതൊന്നും ചെയ്തിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവൻ എന്നെ വഞ്ചിക്കുമായിരുന്നു. അതെങ്ങനെ ചെയ്യും നവീനേട്ടാ? അനിയേട്ടൻ്റെ മനസ്സിൽ മുഴുവൻ അവളല്ലേ? അവന്തിക പുച്ഛത്തോടെ പറഞ്ഞു. അതൊന്നുമല്ല അവന്തികയെ പ്രധാന കാര്യം. ഞാനിപ്പോൾ നിന്നെ വിളിച്ചു വരുത്തിയത് ഒരു കാര്യം പറയാനാ. ഞാനിപ്പോൾ വരുന്ന വഴി ബീച്ചിൽ വെച്ചൊരു കാഴ്ച കണ്ടു. നന്ദുവും മനിയും പരസ്പരം ചേർന്നിരുന്ന് സംസാരിക്കുമായിരുന്നു. രണ്ടുപേരും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവന്തികയുടെ മുഖം അങ്ങ് വിരളി വെളുത്തു. അവളുടെ നെഞ്ചിരിപ്പ് കൂടി. ശരിയാണോ നവീനേട്ടാ? അനിയേട്ടൻ ഇപ്പോഴും നന്ദുവിനൊപ്പാണോ? അതെ. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് വല്ലാതെ അകർന്നുപോയി. എൻ്റെ മനസ്സ് നന്ദുവായിരുന്നല്ലോ എന്നൊക്കെ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. നവീൻ എഴുന്നേറ്റു. അവൻ്റെ ലക്ഷ്യം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കി ഏതായാലും അവന്തിക ചെയ്തോളുമെന്ന് നവീന് ഉറപ്പായിരുന്നു. നവീൻ നേരെ പോയതിനു ശേഷം അവന്തിക അവിടെ തന്നെ ഇരുന്നു. അവളുടെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു കയറുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് നന്ദുവിനെ ഇല്ലാതാക്കണം, അനിയേട്ടനെ സ്വന്തമാക്കണം. അതിന് എന്ത് ചെയ്യാനും അവൾ തയ്യാറായി. അവന്തിക നേരെ നാഗേന്ദ്രനെ കാണാൻ പോയി. വളരെ രഹസ്യമായിട്ട് തന്നെ അവളുടെ ആ ഒരു യാത്രയായിരുന്നു. എങ്കിലും കണ്ട വലിയ പ്രശ്നമാവുമെന്നൊക്കെ അവൾക്കറിയാം. അനന്തപുരിയിലെ മുത്തശ്ശൻ അറിഞ്ഞാൽ പിന്നെ അവരുടെ ഈ ഒരു ബന്ധമെങ്ങാനും വീട്ടിൽ അറിഞ്ഞാൽ പിന്നെ തനിക്ക് ആ വീട്ടിൽ സ്ഥാനമുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അവൾക്ക് മറ്റാരേക്കാളും ആവശ്യം സ്വന്തം അച്ഛൻ്റെ സഹായമാണ്. നാഗേന്ദ്രൻ ഒരു വലിയ ബംഗ്ലാവിലായിരുന്നു. ഈ സമയം കോടീശ്വരനായി മാറിയെങ്കിലും അയാൾക്ക് ജലജയോടുള്ള വൈരാഗ്യം ഒട്ടും തന്നെ കുറഞ്ഞിരുന്നില്ല. അവന്തികയെ കണ്ടപ്പോൾ അയാളുടെ മുഖം അങ്ങ് വിടർന്നു. എന്നാൽ മകളുടെ മുഖത്തെ സങ്കടവും ദേഷ്യവും അയാൾ പെട്ടെന്ന് തന്നെ വായിച്ചെടുത്തു. അയാൾ അവളുടെ മുഖത്തേക്ക് വന്നിരുന്നു. എന്താ അവന്തികെ, നീ എന്തെങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്നത്? എന്ത് പറ്റി എൻ്റെ മോൾക്ക്? അമ്മയോട് എന്തെങ്കിലും വഴക്കിട്ടോ? നാഗേന്ദ്രൻ സ്നേഹത്തോട് ചോദിച്ചു. എനിക്കാരോട് വഴക്കൊന്നുമില്ല അച്ഛാ. എൻ്റെ കാര്യങ്ങൾ മാത്രമെന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത് ഞാൻ ആലോചിക്കുക. അവന്തികയുടെ മുഖമങ്ങ് വല്ലാതെ പിടഞ്ഞു. എന്താ കാര്യം? നീ തിരിച്ചു പറ മോളെ. അച്ഛാ, അനിയേട്ടനുമായിട്ടുള്ള എൻ്റെ വിവാഹം നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവന്തികയുടെ ശബ്ദമിടറി. നാഗേന്ദ്രൻ അങ്ങ് ചിരിച്ചു. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത്? അനന്തപുരിയിൽ എല്ലാവരും കൂടിയിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ? അനന്തമൂർത്തി അതിനു മുൻപതിൽ തന്നെ നിൽക്കുമ്പോൾ പിന്നെ ആ വിവാഹം എങ്ങനെയാ നടക്കാതിരിക്കുന്നത്? അത് നടക്കാതിരിക്കുന്ന എനിക്ക് തോന്നുന്നത് അച്ഛാ, അവന്തിക ദേഷ്യത്തോടെ പറഞ്ഞു. അനിയേട്ടൻ ഇപ്പോഴും ആ ബീച്ചിലും പാർക്കിലൊക്കെ ആ നന്ദുമായിട്ട് കറങ്ങിയടിച്ച് നടക്കുവാണ്. അങ്ങനെയുള്ള ഒരാൾ എൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കുമോ? ഇനിയിപ്പോൾ തന്നെ ആ ഒരു കാര്യം അച്ഛൻ പറ. നമ്മൾ നിർബന്ധിച്ച് വിവാഹം നടത്തിയാലും അയാൾ എൻ്റെ കൂടെ നിൽക്കുമോ? അയാൾ വീണ്ടും ആ നന്ദുവിനെ തേടി പോവില്ലേ? നാഗേന്ദ്രന്റെ കണ്ണുകൾ ഒരു വില്ലന്റെ ക്രൂരത മിന്നി മറിഞ്ഞു. അയാൾ അവളുടെ തലയിലങ്ങ് തലോടിക്കൊണ്ട് പറഞ്ഞു. നന്ദു, അവൾ നിന്റെ ജീവിതത്തിൽ ഇനി ഒരു തടസ്സമായി നിൽക്കുന്നതെങ്കിൽ മോൾ ഇനി പേടിക്കണ്ട. അവളെ ഞാൻ അങ്ങ് ഇല്ലാതാക്കിക്കോളാം. ഉടനെ തന്നെ നിന്റെ വിവാഹ നിശ്ചയവും കല്യാണം ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കും. ആ നന്ദു നിന്റെ ജീവിതത്തിൽ ഇനി ഒരു തടസ്സമായിട്ട് ഒരിക്കലും വരില്ല. അത് ഈ അച്ഛൻ നിന്നൊരിക്കലും അനുവദിക്കില്ല. അച്ഛൻ്റെ വാക്ക് അവന്തികക്ക് വലിയൊരു ആശ്വാസം നൽകി. എങ്കിലും നാഗേന്ദ്രൻ അവളെ ശാസിക്കാനും മറന്നില്ല. മോളെ, നീ എന്തിനാ ഇപ്പം ഇങ്ങനെ ഓടിപ്പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്? ആരെങ്കിലും കണ്ടാലോ? ആ ആദർശ് നിന്നെയും ചേട്ടനെയൊക്കെ കണ്ട ഒരു 100 കണ്ണുമായി അവരിങ്ങനെ ശ്രദ്ധിച്ച് നടക്കുവാണല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എപ്പോഴും എന്നെ കാണാനൊന്നും വരണ്ട എന്ന്? വല്ലപ്പോഴൊക്കെ ഫോൺ വിളിച്ചാൽ മാത്രം മതിയല്ലോ. അച്ഛാ, എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ. ആരോട് അച്ഛാ ഞാൻ ഇതൊക്കെ എന്ന് പറയാം? അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നതാ. അവന്തിക സങ്കടം ഭാവിച്ചു. അതൊന്നും കുഴപ്പമില്ല മോളെ, നീ പെട്ടെന്ന് തിരിച്ചു പോയിക്കോ. നമ്മൾ തമ്മിൽ കാണുന്നതോ സംസാരിക്കുന്നതോ ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആ അനന്തമൂർത്തി നിന്നെ അവിടെ നിന്നും അടിച്ചിറക്കി വിടും. അതുകൊണ്ട് മോള് പെട്ടെന്ന് തന്നെ പോയിക്കോ. നാഗേന്ദ്രൻ അവൾ വേഗത്തിൽ തന്നെ പറഞ്ഞയച്ചു. അനന്തപുരിയിലേക്കുള്ള മടക്കയാത്രയിൽ അവന്തികയുടെ മനസ്സിൽ വലിയൊരു ആശ്വാസമുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞാൽ പിന്നെ പറഞ്ഞത് ചെയ്യും. നന്ദു ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു ശല്യമാവില്ല എന്ന്. ഇതേ സമയം അനന്തപുരിയിലാണെങ്കിൽ വലിയ ഒരുക്കങ്ങളൊക്കെ നടക്കുമായിരുന്നു. വീടൊക്കെ വൃത്തിയാക്കാനും മൂടി പിടിപ്പിക്കാനൊക്കെ ജോലിക്കാരൊക്കെ ഓടി നടന്നു. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നടുമുറ്റത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയേ വിവാഹ നിശ്ചയത്തിനുള്ളൂ. എല്ലാ ഒരുക്കങ്ങളും പെട്ടെന്ന് തീർക്കണം. മുത്തശ്ശൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലെ അതിൻ്റെതായിട്ടുള്ള ഗാംഭീര്യം ഉണ്ടാവണം. അതേ എന്ന് മുത്തശ്ശി ശരിവെച്ചു. എന്തായാലും വിവാഹം ഉടനെ തന്നെ വേണ്ടല്ലോ. അവന്തികളും അങ്ങനെയല്ലേ പറയുന്നത്. അവൾക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മാത്രമല്ല ആ അനാമികയുമായിട്ടുള്ള അനിയുടെ ഡിവോഴ്സ് പൂർത്തിയാവുകയും വേണമല്ലോ. അതിനുശേഷമല്ലേ ഇനി വിവാഹം നടക്കത്തുള്ളൂ. ശരിയാ, മുത്തശ്ശൻ ഗൗരവത്തിൽ പറഞ്ഞു. ആ അനാമിക ഒരു വലിയ ശല്യം തന്നെയാ. എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്നും ആ ഡിവോഴ്സ് അങ്ങ് വാങ്ങിച്ചെടുക്കണം. അവർക്ക് എന്ത് നഷ്ടപരിഹാരം കൊടുത്തിട്ടാണെങ്കിലും അവളെങ്ങ് ഒഴിവാക്കണം. പണത്തിന് വേണ്ടി ഓടി നടക്കുന്നവരല്ലേ ആ വേണുവും കുടുംബമൊക്കെ. അവർക്ക് എന്തെങ്കിലും അങ്ങ് വലിച്ചെറിഞ്ഞു കൊടുത്താൽ അവരങ്ങ് ഒഴിഞ്ഞു പോയിക്കോളും. അനിയുടെ ജീവിതം സുരക്ഷിതമാക്കണം. അവനും അവന്തികമോളും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് കാണണം. അതിനൊക്കെ ഒരു തീരുമാനം ഞാൻ ആക്കിയിട്ടുണ്ട് എന്ന് മുത്തശ്ശൻ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കും. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഞാൻ പുരോഹിതനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരാനും പറഞ്ഞിട്ടുണ്ട്. വിവാഹ നിശ്ചയത്തിന് മുൻപ് തന്നെ അവരുടെ പൊരുത്തം മറ്റോ ഒന്നുകൂടി നോക്കണം. എങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന് പരിഹാരം കാണണല്ലോ. അതുമാത്രമല്ല, നയനമോൾ ഗർഭിണിയായിരിക്കുന്ന സമയമല്ലേ. ആ കുഞ്ഞിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഐശ്വര്യത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയണം. മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പുരോഹിതൻ അനന്തപുരിയിലേക്ക് വന്നു. ആ വലിയ ആദരവോടുകൂടി തന്നെ വീട്ടുകാരെല്ലാവരും അദ്ദേഹത്തെ സ്വീകരിച്ചത്. പൂജകളും പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് പുരോഹിതൻ പ്രശ്നം വെച്ച് നോക്കാൻ തുടങ്ങി. എല്ലാവരും വളരെ ആകാംക്ഷയോടെ തന്നെ ചുറ്റും നിന്നു. ജലജയും അവിടെ ഉണ്ടായിരുന്നു. കവടി നിരത്തി നോക്കിയതിനു ശേഷം പുരോഹിതൻ തലയുയർത്തി മുത്തശ്ശനെ നോക്കി. കുടുംബത്തിലിപ്പോൾ ഐശ്വര്യത്തിന്റെ സമയമാണ്. മുൻപ് കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ മാറിയല്ലോ. ഒരു ശത്രു മറഞ്ഞിരുന്ന് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ദോഷങ്ങളൊക്കെ ഇപ്പൊ മാറിപ്പോയി. മുത്തശ്ശൻ ആശ്വാസത്തോടെ നിറവേർപ്പെട്ടു. അതേ തിരുമേനി, വല്ലാത്ത പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നുപോയത്. ഇനിയിപ്പോൾ സന്തോഷത്തിന്റെ നാളുകളാ. പുരോഹിതൻ തുടർന്നു. വരാൻ പോകുന്ന കുഞ്ഞ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യമായിരിക്കുമെന്നിങ്ങനെ ആദർശമോനെയും നയനമോളെയും പോലെ തന്നെ ഈ വീടിന്റെ വിളക്കായിരിക്കും ആ കുട്ടിയെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം വിടർന്നു. എന്നാൽ ജലജയുടെ മുഖം മാത്രം അങ്ങ് ഇരുണ്ടു. അവളുടെ ഉള്ളിൽ അസൂയയുടെ തീ ആളിക്കത്തി. അവൾ മനസ്സിലിങ്ങനെ പുച്ഛിച്ചു. ഇവിടെ എൻ്റെ മക്കൾക്ക് യാതൊരുവിധ വിലയുമില്ല. ഈ ആദർശിന്റെ കുഞ്ഞാണത്തിലെ ഈ വീടിന്റെ വിളക്ക്. എന്തായാലും കൊള്ളാം, അവൾ പല്ലിറുമ്പിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശൻ വീണ്ടും ചോദിച്ചു, തിരുമേനി, ഞാൻ മറ്റൊരു കാര്യം കൂടി അറിയാൻ വേണ്ടിയിട്ടാ. അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം ഉടനെ തന്നെ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവരുടെ നാളുകൾ തമ്മിൽ പൊരുത്തക്കേടുകളില്ലെന്നല്ലേ പറഞ്ഞത്. പുരോഹിതൻ വീണ്ടും കവടി നിർത്തി കുറച്ചു നേരം അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം അദ്ദേഹം മുഖത്ത് ചെറിയൊരു ആശങ്ക പടർന്നു. പൊരുത്തമൊക്കെ ഉണ്ടെങ്കിലും പുരോഹിതൻ വാക്കുകൾക്കായി പതറി. ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. എന്ത് പ്രശ്ന തിരുമേനി? അതെ, ദേവഗണവും അസുരഗണവും ആയതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ചേരാൻ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലുപരി വിവാഹത്തിന് വലിയൊരു തടസ്സവും കാണുന്നുണ്ട്. തടസ്സോ? അതെന്താ തിരുമേനി? മുത്തശ്ശൻ ചോദിച്ചു. ഈ വിവാഹം നടക്കുമെന്ന് ഇപ്പൊ പൂർണ്ണമായും അങ്ങ് ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല. എവിടെ എന്തോ ഒരു തടസ്സം കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് അധികം ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഒത്തുചേരാൻ യോഗമുണ്ടെങ്കിൽ പിന്നെ അത് നടക്കുക തന്നെ ചെയ്യും. എങ്കിലും ആ തടസ്സം നമുക്ക് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേക പൂജ നടത്തണം. ഇവിടെ വന്ന് നുണ പറഞ്ഞ് പണം വാങ്ങിക്കുന്ന പതിവൊന്നും എനിക്കില്ല മൂർത്തി. അത് മൂർത്തിക്കറിയാലോ. കണ്ട കാര്യം ഞാൻ എന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ. മുത്തശ്ശൻ കൈകൂപ്പി. അറിയാൻ തിരുമേനി, ഈ തടസ്സൊന്നും മാറാനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടിയിട്ട് നാളെ തന്നെ നമുക്ക് ആ പൂജ നടത്താമെന്നും പറയും. എല്ലാവരും അത് ശരിവെച്ചു. പിറ്റേ ദിവസം തന്നെ വലിയൊരു പൂജ നടത്താനുള്ള ഒരുക്കങ്ങൾ അപ്പം തന്നെ ആരംഭിച്ചു. പിറ്റേന്ന് രാവിലെ അനന്തപുരിയിലെ ഇങ്ങനെ ഭക്തിസാന്ദ്രമായിരുന്നു. മുറ്റത്ത് പന്തലൊക്കെ ഇട്ട് ഹോമകുണ്ടങ്ങളൊക്കെ ഒരുക്കി. പൂജാരിക്കായി എല്ലാവരും ഇങ്ങനെ കുളിച്ച് ഈറങ്ങി വന്നിരിക്കാൻ തുടങ്ങി. അവന്തിക നല്ല ഭംഗിയുള്ളൊരു പട്ടുസാരിയെ കൊടുത്തു അണിഞ്ഞൊരുങ്ങി തന്നെ വന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ അവിടെ ഇങ്ങനെ അനിയെ തിരയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അനി തൻ്റെ മുറിയിൽ തന്നെയായിരുന്നു. അവൻ ഈ പൂജയോടും കല്യാണത്തിനൊന്നും ഒട്ടും തന്നെ താല്പര്യവുമില്ലായിരുന്നു. അവൻ ഫോൺ എടുത്തുകൊണ്ട് തന്നെ നേരെ പുറത്തേക്ക് വന്നു. ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നന്ദുവിനെ വിളിച്ചു. ഹലോ നന്ദു. അനിയുടെ ശബ്ദത്തിൽ വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. എന്താ അനി? നന്ദുവിന്റെ മറുപടി വല്ലാതെ പതുക്കെയായി. നന്ദു, നീയും കൂടി ഇങ്ങോട്ടേക്ക് വരേണ്ടതായിരുന്നു. ഇവിടെ പൂജ നടക്കുക. നിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവരുടെ കൂടെ നിനക്കും ഇങ്ങോട്ടേക്ക് വരാമായിരുന്നില്ലേ? എന്താ അനീനെ ഈ പറയുന്നത്? നന്ദു അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ എങ്ങനെയാ ഇപ്പം അങ്ങോട്ടേക്ക് വരുന്നത്? നിന്റെ കൺവട്ടത്ത് കൂടി ഞാൻ വരുന്നതാണ്. എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് വരരുതെന്ന്. നിനക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ. നടക്കാത്ത കാര്യങ്ങൾ വെറുതെ ചിന്തിച്ച് വിഷമിക്കേണ്ട. അതെ, ഇവിടെ ഒരുത്തി സർവാഭരണ ഭൂഷിതയായിട്ട് അണിഞ്ഞൊരുങ്ങി ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കുക എൻ്റെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്തേക്ക് വന്ന് ഉരಸಿ നിൽക്കുമ്പോൾ എനിക്ക് അവളെ കാണുന്നത് ദേഷ്യമില്ല നന്ദു. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അനി നിരാശയോടെ പറഞ്ഞു. അനി, നീ ഒന്ന് അടങ്ങ്. നന്ദു അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മുത്തശ്ശൻ തീരുമാനിച്ച കാര്യമല്ലേ. അവന്തിക അത്ര മോശം കുട്ടിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവളുടെ അച്ഛനെയും അമ്മയും പോലെയല്ല അവള്.
അവൾക്കിപ്പോൾ വലിയ മാറ്റമുണ്ട്. ഓ, അപ്പോൾ നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അനി അങ്ങ് പൊട്ടിത്തെറിച്ചു. ഞാൻ അവിടെ കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചോളാനാണോ? അതാണോ നന്ദു നിന്റെ ആഗ്രഹം? അല്ല നീ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നീ ഇപ്പോൾ തൽക്കാലം സമാധാനമായിട്ട് പൂജയിൽ ശ്രദ്ധിക്ക്. നന്ദു പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. അനി നിരാശയോടെ ഫോണിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പെണ്ണിൽ നിന്നും അവന്തികയുടെ ശബ്ദം കേട്ടു. അനി, നീ ഇപ്പോൾ ആരെയാ വിളിച്ചത്? നന്ദുവിനെയാണോ? അവളുടെ ശബ്ദം കോപം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. അനി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവന്തികയുടെ കണ്ണിൽ തീ പാറുന്നുണ്ടായിരുന്നു. ആണെങ്കിൽ തന്നെ നിനക്ക് എന്താടി? അനി പുച്ഛത്തോട് ചോദിച്ചു. നീ നിന്റെ കാര്യം നോക്കിപ്പോ. എപ്പോഴും എൻ്റെ പുറകെ ഇങ്ങനെ വാലാട്ടി നടന്നിട്ട് നിനക്കൊരു നാണമില്ലേ? അനിയുടെ വാക്കുകൾ അവന്തികയെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അവളുടെ ഉള്ളിലെ വാശി ഇരട്ടിക്കുകയായിരുന്നു. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ആ നന്ദുവിനെ എന്നേക്കുമായി എൻ്റെ വഴിയിൽ നിന്നങ്ങ് മാറ്റിക്കളയണം. അച്ഛനെ വിളിച്ച് കാര്യം പറയണം. അവൾ വേഗം തൻ്റെ മുറിയിലേക്ക് കയറി. വാതിലടച്ചതിന് ശേഷം അവൾ നാഗേന്ദ്രനെ വിളിച്ചു. ഹലോ അച്ഛാ. അവൾ കരച്ചിലിൻ്റെ വക്കിലായിരുന്നു. എന്താ മോളെ, എന്തു പറ്റി? അച്ഛാ, അനിയേട്ടൻ ഇപ്പോഴും വല്ലാത്ത ദേഷ്യത്തില. ഇപ്പോഴും എന്നെ കാണാതെ ആ നന്ദുവിനെ വിളിച്ച് സംസാരിക്കുക. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അച്ഛൻ അന്ന് പറഞ്ഞ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അവളെ അങ്ങ് ഇല്ലാതാക്കണം. അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മോള് വിഷമിക്കാതെ, അതൊക്കെ ഈ അച്ഛൻ നടത്തി തരാം. നന്ദു, നിനക്കൊരിക്കലും ഒരു തടസ്സമായി വരില്ല എന്ന് അച്ഛൻ പറഞ്ഞതല്ലേ? നീ ധൈര്യമായിട്ടിരിക്കുക. നാഗേന്ദ്രൻ അവളെ ആശ്വസിപ്പിച്ചു. ഇതേ സമയം അവന്തിക കാണാതെ ജലജ അവളെങ്ങനെ തിരിഞ്ഞു നിൽക്കുമായിരുന്നു. പൂജ തുടങ്ങാൻ സമയമായിട്ടും അവളെ കാണാത്തത് കൊണ്ട് മുറിയിലേക്ക് വന്നതാണ് ജലജ. വാതിൽക്കിലെത്തിയപ്പോൾ അവൾ കേൾക്കുന്നത് അവന്തിക ഫോണിലൂടെ ആരെയോ അച്ഛ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നതാ. ജലജ പരിങ്ങി അത് ശ്രദ്ധിച്ചു. വിവാഹ കാര്യങ്ങളെക്കുറിച്ചും നന്ദുവിനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചൊക്കെ അവൾ അച്ഛനോട് സംസാരിക്കുന്നതെല്ലാം തന്നെ ജലജ വ്യക്തമായി തന്നെ കേട്ടു. ജലജയുടെ തലച്ചോറിൽ തീ പാറാൻ തുടങ്ങി. എൻ്റെ മക്കൾ എന്നെ പറ്റിക്കുവാണോ? അവളുടെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും അണപൊട്ടി. അഭി പണ്ടേ എന്നെ പറ്റിച്ചു. പക്ഷേ ഇവളെ ഞാൻ വിശ്വസിച്ചതാ. ഇവളും എന്നെ ചതിച്ചു. ഇവിടെ എല്ലാവരും ചതിച്ചു. അപ്പൊ പിന്നെ അതാണ് അവളുടെയൊക്കെ മനസ്സിലിരിപ്പ്. ആ നാഗേന്ദ്രനുമായി ഒത്തുചേർന്ന് ഈ കുടുംബം അങ്ങ് ഇല്ലാതാക്കണം. അനിയെ വിവാഹം കഴിക്കുന്നതും അവന്റെ പണം കൊണ്ട് തന്നെയായിരിക്കും. ജലജയുടെ കണ്ണുകൾ ചുവന്നു. എനിക്ക് ആരോടൊക്കെ എന്തൊക്കെ ദേഷ്യമുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വലിയ വൈരാഗ്യ എനിക്ക് ആ നാഗേന്ദ്രനോടാ. എൻ്റെ ജീവിതം തകർത്തത് അയാളാ. എന്നെ ഈ കോലത്തിലാക്കിയതും അയാൾ തന്നെയാണ്. ഇനി അയാൾ എത്ര കോടീശ്വരനാണെന്ന് പറഞ്ഞാലും എൻ്റെ മക്കളെ അയാൾക്ക് വിട്ടുകൊടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ജലജ വാതിലങ്ങ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അവന്തിക പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഫോണ് താഴേക്കിട്ടു. എടി, നീ ആരെടി വിളിച്ചത്? ജലജയുടെ ശബ്ദം അങ്ങ് വല്ലാതെ അലർച്ചയിലായി. അത് അമ്മേ, എൻ്റെ ഒരു ഫ്രണ്ടിനെയാ. അവന്തിക വിക്കി. നിന്റെ ഒരു ഫ്രണ്ടിനെയോ? നീ ആ നാഗേന്ദ്രനിലേടി വിളിച്ചത്? നാഗേന്ദ്രനെ വിളിച്ചല്ലേടി നീ സംസാരിച്ചത്? ജലജ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. അമ്മ, താൻ പറയുന്നതെല്ലാം തന്നെ കേട്ടു എന്ന് അവന്തികക്ക് മനസ്സിലായി. അവൾ ധൈര്യം സംഭരിച്ച് ജലജയെ നോക്കി. അതെ, ഞാൻ അയാളെ തന്നെയാ വിളിച്ചത്. ആണെങ്കിൽ തന്നെ എന്താ? ഞാൻ എൻ്റെ അച്ഛനല്ലേ വിളിച്ചത്? ബഹളം കേട്ട് അബിയും അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്താ അമ്മേ പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ജലജ അബിയുടെ നേരെങ്ങ് തിരിഞ്ഞു. എന്താ പ്രശ്നമെന്നോ? നീ എന്നെ ചതിക്കുമായിരുന്നേടാ. ദേ, ഇവളുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നു. കല്യാണ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അബി വളരെ കൂളായി പറഞ്ഞു. അവൾ സ്വന്തം അച്ഛനല്ലേ അമ്മയെ വിളിച്ചത്? അതിനിപ്പോ അമ്മ എന്തിനാ എത്ര ഇങ്ങനെ കടന്നു തുള്ളുന്നത്? ഓ, അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. അപ്പോൾ നിനക്കും ഇതൊക്കെ അറിയാമായിരുന്നു അല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ അങ്ങ് ചതിക്കുമായിരുന്നു അല്ലേ? ഞാൻ നിങ്ങളോടൊക്കെ പല വട്ടം പറഞ്ഞതില്ലേ അയാളുമായിട്ടൊരു ബന്ധവും പാടില്ല എന്ന്. അത് ഞാൻ ഒരിക്കലും അനുവദിച്ചു തരില്ല. അബി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മ എന്നും മനസ്സിലാക്ക്. നമ്മളിവിടെ ഈ അനന്തപുരിയിൽ അടിമകളെ പോലെ ജീവിക്കുന്നത് നല്ലത് അച്ഛൻ്റെ കൂടെ പോയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ? അച്ഛനിപ്പോൾ വലിയ കോടീശ്വരനാമേ. നമുക്കവിടെ രാജാക്കന്മാരെ പോലെ ജീവിക്കാലോ. ജലജയുടെ കോപം നിയന്ത്രണം വിട്ടു. അയാൾ ഇനി കോടീശ്വരനല്ല. ഏത് വലിയ രാജാവാണെന്ന് പറഞ്ഞാലും അയാളോടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മക്കളെ അയാളോടൊപ്പം വിടാനും എനിക്ക് കീഴടങ്ങാനും എനിക്ക് മനസ്സില്ല. അവന്തിക മുന്നോട്ട് വന്നു. അതെന്താ അമ്മ എത്ര വാശി പിടിക്കുന്നത്? ഞങ്ങളുടെ അച്ഛനല്ലേ അയാള്? എനിക്ക് ജന്മം തന്ന എൻ്റെ സ്വന്തം അച്ഛനെ അച്ഛ എന്ന് വിളിക്കാൻ പോലും എനിക്ക് അവകാശമില്ലേ? ഹോ, നിനക്ക് ജന്മം തന്നത് നിന്റെ അച്ഛനാണല്ലോ. ജലജ ഒരു ഭ്രാന്തിയെപ്പോലെ ചിരിച്ചു. ആ ചിരിയിൽ അബിയുടെയും അവന്തികയെയും ഒന്ന് ഭയന്നു. ജലജ അവന്തികയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നിനക്ക് ജന്മം തന്നത് അയാളല്ല. ആ നാഗേന്ദ്രൻ നിന്റെ സ്വന്തം അച്ഛനല്ല. ആ വാക്ക് ആ മുറിയിൽ ഒരു ബോംബ് പോലെയാ പൊട്ടിയത്. അബിയും അവന്തികയും സ്തംഭിച്ചുപോയി. അവർക്ക് ശ്വാസം നിലച്ചുപോയി. എന്താ അമ്മ പറഞ്ഞത്? അബി ഞെട്ടലോടെ ചോദിച്ചു. അതെ, അവളുടെ അച്ഛൻ ആ നാഗേന്ദ്രനല്ല, ജലജ ആവർത്തിച്ചു. അവന്തിക കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അമ്മ എന്തൊക്കെയാ വിളിച്ചു പോകുന്നത്? എന്താ അമ്മയെ പറയുന്നത്? വിളിച്ചു പോവലടി. നിന്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ജലജ തന്റെ ഫോണെടുത്ത് അതിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പഴയ ഫോട്ടോസൊക്കെ അവൾക്ക് നേരെങ്ങ് നീട്ടി. അത് മറ്റൊരാളുടെ ചിത്രമായിരുന്നു. ഇയാളടി നിന്റെ സ്വന്തം അച്ഛൻ, അല്ലാതെ നാഗേന്ദ്രനല്ല. ഇനി മേലെ നീ അയാളെ അച്ഛാന്ന് വിളിച്ചു പോവരുത്. അവന്തികയുടെ കൈകൾ വിറച്ചു. ആ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ അവളുടെ ലോകം അങ്ങ് കറങ്ങുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നി. എന്താ അമ്മേ, ആരാ ഇയാള്? അവൾക്ക് പറയാൻ വാക്ക് കിട്ടിയില്ല.
ജലജ ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. അവളുടെ കണ്ണിൽ പഴയ കാലത്തിന്റെ വേദനകൾ നിഴലിച്ചു നിന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ നിങ്ങൾക്കും നിങ്ങൾ ആരും തന്നെ അറിയാത്ത മനസ്സിലാവാത്ത ഒരുപാടധികം കഥകളുണ്ട്. ഈ അമ്മ അനുഭവിച്ച വേദനയുടെ കഥകൾ. അതുകൊണ്ട് ഞാൻ പറയാം, ഇനി മേലാൽ ആ ദുഷ്ടനെ, ആ ചതിയനെ, ആ നാഗേന്ദ്രനെ നിങ്ങൾ കാണാനോ സംസാരിക്കാനോ പാടില്ല. അയാളുമായിട്ടൊരു ബന്ധവും പാടില്ല. ഇനി നാഗേന്ദ്രന് വേണ്ടിയിട്ട് അയാൾ നിങ്ങൾ കളിക്കാനാണ് ഭാവമെങ്കിൽ ആ അനിയുമായിട്ടുള്ള നിന്റെ വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന് തന്നെ ജലജ പറഞ്ഞു. ഈ ജലജ അതിന് സമ്മതിക്കില്ല. ജലജ അവിടെ നിന്ന് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. ആ വാക്കുകൾ ഒരു ഞെട്ടലോടുകൂടെ തന്നെയാണ് അഭിയും അവന്തികയും നോക്കി നിന്നത്. അപ്പോൾ നാഗേന്ദ്രനല്ല തൻ്റെ അച്ഛനെ എന്ന സത്യം അതോടുകൂടെ തന്നെ അവന്തികയും അഭിയും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.